തെരുവ് നായ ശല്യത്തിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പയ്യാനക്കൽ മേഖല വനിതാ ലീഗ് പ്രതിഷേധ സംഗമം നടത്തി. പന്നിയങ്കര ഹെൽത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഭരണം സർവത്ര അഴിമതിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് തെരുവ് നായ ശല്യം രൂക്ഷമായിട്ടും നിസ്സംഗത കാണിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ നടപടികൾക്കെതിരെ പയ്യാനക്കൽ മേഖല വനിതാ ലീഗ് കമ്മിറ്റി പന്നിയങ്കര ഹെൽത്ത് ഓഫീസിന് മുൻവശം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാർക്ക് മരുന്ന് ലഭ്യമാക്കാതെ ഗവൺമെന്റ് ആശുപത്രികളിലൂടെ സർക്കാർ ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സിനിമാ നടൻ വിനായകൻ വിവസ്ത്രനായി അസഭ്യം പറയുമ്പോൾ പിണറായി വിജയൻ അഴിമതിയിൽ മുങ്ങി വിവസ്ത്രനായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പൂർണ്ണനഗ്നനായിട്ടൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് ഇവിടെ. കേരളത്തിലെ മുഖ്യമന്ത്രി വിട്ടിവേഷം കെട്ടിയ രാജാവ് എന്നുള്ള രൂപത്തിൽ പൂർണ്ണനഗ്നനാണ് അദ്ദേഹം. ഇന്നലെയാണ് കേരളത്തിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് വന്നത്. കോവിഡ് കാലത്ത് കൃത്യമായി അഴിമതി നടന്നിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന റിപ്പോർട്ടാണ്. അന്ന് പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട്. 2020 മാർച്ച് മാസം 28-ാം തീയതി കേരള ഗവൺമെന്റ് കോവിഡ് കാലത്ത് ഉപയോഗിക്കാനുള്ള കോവിഡ് കിറ്റുകൾക്ക് വാങ്ങുന്ന ഒരു ഓർഡർ കൊടുത്തു. അത് 550 രൂപക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കൊടിയ അഴിമതിയാണ്. 2020 മാർച്ച് 28-ൽ നിന്ന് മാർച്ച് 30-ലേക്ക് 2 ദിവസമുള്ളൂ. മാർച്ച് 30-ന് അയാൾ ചെയ്തിട്ടുള്ളത് ഈ 550 പകരം അതിന്റെ 3 ഇരട്ടി വലിപ്പം 1550 രൂപക്കാണ് 15,000 കോവിഡ് കിറ്റുകൾ ഇറക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. എന്തുകൊണ്ട്? പരിപാടിയിൽ മേഖലാ വനിതാ ലീഗ് പ്രസിഡന്റ് VP സൈഫുന്നീസ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PV അവറാൻ, മുൻഷീറ സാദത്ത്, PV ഷംസുദ്ദീൻ, M മുഹമ്മദ് മദനി, ഷെറീന റിയാദ്, PT അഷറഫ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.